പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. ലേഡി ലയൺസ് ഓഫ് വില്ലുവാതിരി പാമ്പാടിയുടെ നേതൃത്വത്തിൽ പെൺമ എന്ന പേരിൽ വനിതാ ദിനാഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വന്നതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വന്നതും. അപ്പോൾ അതുപോലെ നമ്മുടെ നിയമസഭയിലും അങ്ങനെ അല്ലെങ്കിൽ ലോകസഭയിലൊക്കെ നിയമം ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാവുള്ളൂ. എന്നാലും ഇപ്പോൾ പണ്ടുള്ളതിനേക്കാൾ അപേക്ഷിച്ച് സ്ഥിതി മെച്ചമാണെന്ന് തന്നെ പറയാം. ഇത് ഞാൻ കൂടുതൽ പറയുന്നത് നല്ല 2-3 ക്ലാസ്സൊക്കെ നമ്മുടെ ഡോക്ടറുണ്ട്, അതുപോലെ സ്ത്രീകളുടെ നിയമപരിരക്ഷയെക്കുറിച്ചൊക്കെ പറയാൻ ശബനയുണ്ട്. പിന്നെ നമ്മുടെ മാനസി ചേച്ചി പറയേണ്ട വളരെ പ്രശസ്തമായ നമ്മുടെ തിരുവില്ലാമലയിലൊക്കെ അഭിമാനമാണ് നമ്മുടെ മാനസി ചേച്ചി. നാട്ടിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്ത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും ലയൺസ് ക്ലബ്ബുമായിട്ടൊക്കെ സഹകരിച്ച് പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പരിപാടിക്കൊക്കെ വളരെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചേച്ചി പ്രവർത്തിക്കുന്നുണ്ട്. ചേച്ചിയോടുള്ള സ്നേഹവും. തിരുവില്ലാമല കണിയാർക്കോട് NSS കരയോഗം ഹാളിലാണ് വനിതാ ദിനാഘോഷവും സെമിനാറും നടത്തിയത്. ലയൺ ലക്ഷ്മിപ്രിയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ത്രീ ഇന്ന് എന്ന വിഷയത്തിൽ എഴുത്തുകാരിയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ മാനസി, സ്ത്രീകളുടെ നിയമപരിരക്ഷ എന്ന വിഷയത്തിൽ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് സ്ത്രീ ജാഗ്രതാ കമ്മിറ്റി അംഗവും വാർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് KA ഷബ്ന, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ തിരുവില്ലാമല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ അഞ്ജലി T നായർ, സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ കൌൺസിലർ KP രാജശ്രീ എന്നിവർ ക്ലാസ് നയിച്ചു. ലയൺ നളിനി, ഗിരിജ, ലയൺ പ്രസന്ന മനോജ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവില്ലാമല.